നമസ്കാരം. ഈ കഴിഞ്ഞ 9 വർഷമായി ഇവിടെ തുടരുന്ന ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ ഒരു ദുരന്തമാണ് എന്ന് തുറന്നു പറയുന്നതിൽ തോന്നരുത്. ഇടയ്ക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നല്ല കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പിന്തുണയ്ക്കാറുണ്ട്. പക്ഷെ എങ്കിലും ഇപ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഈ വൈകിയ വേളയിൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഇനി ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും ഈ മണ്ടൻ സർക്കാരിനെ, ഈ മണ്ടൻ തത്വശാസ്ത്രങ്ങളെ എടുത്ത് തലയിൽ വെക്കേണ്ടി വരും. വീണ്ടും അടുത്ത തലമുറ നശിച്ചു പോകും എന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇങ്ങനെ തന്നെ പറയുന്നത്. ദയവായി ഇതൊരു രാഷ്ട്രീയ വിരോധമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ കാണരുത്. പല കാര്യങ്ങളും രാഷ്ട്രീയമായിട്ടാണ് എടുക്കുക. എന്നെ തെറി വിളിച്ചിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല. എന്നെ തെറി വിളിക്കുന്നവരുടെ മക്കളും അവരുടെ മക്കളുമൊക്കെ ഈ കേരളത്തിലാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ, അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഇത് മണ്ടനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാളെ ആരെങ്കിലും മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ മഹാദുരന്തമാണ് ഇവിടെ വരാൻ പോകുന്നത്. അത് നാളേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ മാറ്റുമെന്ന പ്രതീക്ഷയോടെയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, മുഴുവനായി കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ നിർബന്ധമായിട്ടും എഴുതണം. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ സൂചിപ്പിക്കുന്നത് മന്ത്രി ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എടുത്തിട്ടുള്ള ഒരു മണ്ടൻ തീരുമാനമാണ്. ചില സ്കൂളുകളെങ്കിലും അത് നടപ്പിലാക്കി. പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന വലിയ ഒരു ദുരന്തമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഈ തലമുറ ഇപ്പോൾ അത് മനസ്സിലാവില്ല. ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ ഇത് അനുഭവിച്ചു തുടങ്ങും. അപ്പോഴേക്കും പിടുത്തം വിട്ട് പോയിട്ടുണ്ടാവും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ആദ്യം നടപ്പിലാക്കിയതിൻ്റെ ചില മെച്ചങ്ങളും മറ്റു കാര്യങ്ങളും ഞാനൊന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഭാവിയിൽ ഇവർ ആരൊക്കെയായി എങ്ങനെയൊക്കെ ആയിത്തീരും എന്നതിനെക്കുറിച്ച് പറയാം. അത് കേൾക്കാതെ നിങ്ങൾ പോകരുത്. ഈ മണ്ടൻ തീരുമാനം എന്ന് പറയുന്നത് നിലവിൽ ബെഞ്ചുകൾ നിരനിരയിട്ട് അതിൽ കുട്ടികളെ ഇരുത്തേണ്ട സ്ഥാനത്ത് യു ഷേപ്പിൽ ബെഞ്ചും ഡെസ്കും നിരത്തിയിട്ട് കുട്ടികളെ ഇരുത്തുന്ന ഒരു സിസ്റ്റമാണ്. പ്രഥമ ദൃഷ്ടിയ നമുക്ക് തോന്നും ഇതൊരു നല്ല കാര്യമാണ് എന്ന്. പക്ഷേ ഇത് ആരോഗ്യപരമായിട്ടും അല്ലാതെയും ഇതൊരു വലിയ ഒരു ദുരന്തമാണ്. ആരോഗ്യകരമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ബോർഡ് എന്ന് പറയുന്നത് ഒരു സൈഡിലേ വെക്കാൻ പറ്റും. യു ഷേപ്പിന് കുട്ടികളെ ഇരുത്തുമ്പോൾ 2 സൈഡിലും ഇരിക്കുന്ന കുട്ടികൾ ബോർഡ് കാണാൻ കഴിയാത്തൊരവസ്ഥ വരും. അങ്ങനെ കാണാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അവരൊരു സൈഡിലേക്ക് എപ്പോഴും തിരിഞ്ഞിരുന്ന അവർക്ക് പെരടി വേദന, കഴുത്ത് വേദന അധികം വൈകാതെ ഉണ്ടാകും. രാവിലെ ഒരു 8 മണി മുതൽ അല്ലെങ്കിൽ 9 മണി അല്ലെങ്കിൽ 9:45 മുതൽ വൈകുന്നേരം ഒരു 4 മണി വരെ അവരവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഇരിപ്പ് ഇരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു അല്പം റെസ്റ്റ് കിട്ടുമെന്നുണ്ടെങ്കിലും അധികം വൈകാതെ അതിൻ്റെ പ്രശ്നം മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ സ്ട്രെസ്സാണ്, ബോർഡ് കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്ട്രെസ്സ്, അവരുടെ എഴുത്ത്, പിന്നെ എഴുതാൻ കഴിയില്ല. കാരണം ക്രോസിലാണ് അവരിയ്ക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഡെസ്ക് അവർക്ക് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. സാധാരണഗതിയിൽ നേർക്ക് നേരെ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ മുന്നേക്ക് നോക്കി എഴുതുക, നേരെ മുന്നേക്ക് നോക്കി എഴുതുക, ഈ ഒരു അവസ്ഥ പറ്റുമായിരുന്നു. പക്ഷേ സൈഡിലേക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ എഴുതണം, ഇങ്ങനെ നോക്കി ഇങ്ങനെ എഴുതേണ്ട ഒരു സാഹചര്യം വരും. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുക. അപ്പോൾ കഴുത്ത് വേദന ഉറപ്പായിട്ടുണ്ടാകും. ഇതൊക്കെ സ്കൂളിൽ സംഭവിക്കുന്ന സാധാരണ കാര്യങ്ങളാണെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ അറിഞ്ഞ ഞെട്ടും. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് നമ്മുടെ മക്കളെല്ലാം നമ്മളുമെല്ലാം ഒരേ വിഭാഗമാണ് എന്നാണ്. തെറ്റാണത്. നമ്മുടെ കുട്ടികൾ സൈക്കോളജിക്കലി ധാരാളം വിഭാഗങ്ങളുണ്ട്. എങ്കിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൽ 3 വിഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. അതിൽ കണ്ണുകൾ കൊണ്ട് സെൻസിങ്ങിലൂടെ വിഷ്വൽ കാറ്റഗറി എന്ന് പറയാം, അത്തരത്തിലുള്ള ഒരു വിഭാഗം കുട്ടികളുണ്ട്. അതേപോലെ ഓഡിറ്ററി, ചെവിയാണ് അവരുടെ മുഖ്യ ആയുധം എന്ന് പറയുന്നത്. ഇത്തരം കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ വല്ലാതെ ഉണ്ടാവില്ല, അതിൻ്റെ ആവശ്യമില്ല. അത് ഓഡിറ്ററി എന്നാണ് പറയുക. 3ാമത്തെ ഒരു വിഭാഗമാണ് കൈനസ്തെറ്റിക് എന്ന് പറയുന്ന ഒരു വിഭാഗം, സ്പർശനമാണ്. ഞാൻ ഇതിന് 3നും ചില ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയാം. നമ്മൾ ടൂർ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ടൂർ പോകാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ പൂക്കളെയും മറ്റ് ശലഭങ്ങളെയും മറ്റ് പ്രകൃതി ദൃശ്യങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ട് ഹ എന്ന് പറഞ്ഞുകൊണ്ട് ആസ്വദിച്ച് നടക്കുന്ന കുട്ടികളെ നമുക്ക് വിഷ്വൽ കാറ്റഗറി എന്ന് പറയാം. എന്നാൽ അതേസമയം നമ്മളൊരു വെള്ളച്ചാട്ടത്തിനടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഇതെന്താ ഇപ്പോൾ ഈ പാറേൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഇങ്ങനെ വീഴുന്നു, ഇത് കാണാനോ ഇപ്പോൾ ഇവിടേക്ക് വന്നത്, ഈ മലേൻ്റെ മുകളിൽ വന്നിട്ട് ഈ 4 പൂക്കൾ കാണാനോ എത്ര എണ്ണ അടിച്ച് വന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓഡിറ്ററി എന്ന് നമുക്ക് പറയാം. ഇനിയൊരു ഭാഗമുണ്ട്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് അടുക്കളയിലേക്ക് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ തൊട്ട് നക്കാനും ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് തുറക്കാനും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് എഴുന്നേക്കാനും അച്ചാറ് വെക്കാനും വീണ്ടും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും ഇങ്ങനെ ഇരിപ്പുറയ്ക്കാതെ ഒരു ഗിരിയിരിപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അവർ നിങ്ങളെ വന്ന് ചുറ്റിപ്പിടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സാരിക്ക് വട്ടം പിടിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ അവർ കൈനസ്തെറ്റിക് എന്ന് പറയാം. മറ്റുള്ളവരെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. നിങ്ങളുടെ മക്കൾ നിങ്ങളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന, പിടിച്ചൂട്ടി കിടക്കുക എന്ന് പറയാം, പിടിച്ചൂട്ടി കിടന്നുറങ്ങുന്ന മക്കളും ഉണ്ടാവും.
തൊടാതെ വിട്ടുമാറി കിടക്കുന്ന കുട്ടികളുണ്ടാവും. ഇങ്ങനെ വ്യത്യസ്തമായ കാറ്റഗറി കുട്ടികളാണ്. ഇതും ക്ലാസ് റൂമും തമ്മിലുള്ള ബന്ധം കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. ക്ലാസ് റൂമിൽ ഏറ്റവും മുന്നിൽ ഇരിക്കാൻ, അല്ലെങ്കിൽ മുന്നിലും അതിന്റെ തൊട്ടു പിന്നിലുമായി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത് വിഷ്വൽ കാറ്റഗറി കുട്ടികളാണ്. അതായത് കണ്ണുകൾ നല്ല വിടർന്ന കണ്ണുകളുള്ള, എല്ലാം കണ്ട് നിൽക്കുന്ന കുട്ടികൾ. സ്വാഭാവികമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ആ കുട്ടികൾ ഇരിക്കുമ്പോൾ, ഒരു ദിവസം കൊണ്ട് ഇരുത്തുമ്പോഴല്ല, സ്ഥിരമായി ആ കുട്ടികൾ ഇരിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഓർഡറിലെ അവർ ഇരിക്കുള്ളൂ. അതാണ് എൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത്. മിഡിൽ ബെഞ്ചിൽ ഇരിക്കുന്നതെല്ലാം ഓഡിറ്ററി കുട്ടികളായിരിക്കും. അവരവിടെ ഇരിക്കുള്ളൂ. അവർക്കെല്ലാം കേൾക്കണം, അവർക്ക് എഴുതണം. എത്ര നേരം വേണമെങ്കിലും ഈ ഓഡിറ്ററി കുട്ടികൾ അവിടെ ഇരിക്കും. എത്ര നേരം വേണമെങ്കിലും അവർ എഴുതിക്കൊണ്ടിരിക്കും. എന്തിനെക്കുറിച്ചും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ ചെയ്യും. ഈ പറയുന്ന മുൻബെഞ്ച് കുട്ടികളും പിൻബെഞ്ച് കുട്ടികളും അങ്ങനെ അധിക സമയം ഇരിക്കില്ല. മുൻബെഞ്ചിലിരിക്കാൻ സ്വാഭാവികമായി ഇഷ്ടപ്പെടുന്ന കുട്ടികൾ അത്യാവശ്യം തരക്കേടില്ലാതെ ശ്രദ്ധിച്ച് മാർക്ക് നേടാനും മറ്റു കാര്യങ്ങൾക്കും പ്രാപ്തി സ്വാഭാവികമായി ഉണ്ടാകും. അല്ലാത്തവരും ഉണ്ടാകാം, പക്ഷെ കൂടുതലും അങ്ങനെയാണ് ഉണ്ടാകുക. വിഷ്വൽ, അതായത് ഒരു എക്സ്ട്രോവേർട്സ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും ആ മുന്നിലിരിക്കുക. മിഡിൽ ബെഞ്ചിൽ ഇരിക്കുന്നവരൊക്കെ ഇൻട്രോവേർട്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടേതായ ലോകത്തിൽ ഉരുണ്ടുകൂടി നിൽക്കാൻ കഴിയുന്ന, അതായത് സയന്റിസ്റ്റുകള്, ക്ലർക്കുകള്, അതേപോലുള്ള ആൾക്കാർ ഈ മിഡിൽ ബെഞ്ചുകാരാണ്, കണ്ടുപിടുത്തത്തിന്റെ ആൾക്കാർ എന്ന് പറയുന്നത്. ഏറ്റവും ബാക്ക് ബെഞ്ചുകാർ പൊതുവെ സ്വാഭാവികമായി ഇരിക്കുന്നവർ പഠനത്തിലൊന്നും വലിയ മെച്ചവും കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവർക്ക് തുടലും പിടിക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അവരുടെ ഒരു ആക്ടിവിറ്റി ആയിരിക്കും. ഒരു 5 മിനിറ്റ് പോലും അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. ഒരുമാതിരി ഈ എന്താ പറയാ, പിരുപിരുപിരുപിര, കുട്ടികൾക്ക് ഒരു വിരുവിരിപ്പ് എന്ന് പറയില്ലേ, അത് തന്നെ. ആ കാറ്റഗറി ഈ കുട്ടികളാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കാൻ മറ്റു കാര്യങ്ങൾക്കും കനസ്തറ്റിക് എന്ന് പറയാം, ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലുമൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള വിഭാഗമാണ്. അമ്മ അച്ചാറുണ്ടോ, കുറച്ച് വെള്ളം തരൂ എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറി അല്ലേ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ നോക്കിയാൽ മതി. അപ്പോൾ ആ കുട്ടികളാണ് ഏറ്റവും ബാക്ക് ബെഞ്ചിലിരിക്കുക. അവർ വലിയ പഠിപ്പിച്ചൊന്നും ആവില്ല. പക്ഷെ ഇത് എങ്ങനെയാണ് സമൂഹത്തിൽ എഫക്ട് ചെയ്യുന്നതെന്നറിയോ? മുൻബെഞ്ചിലുള്ള ആൾക്കാർ, നല്ല രീതിയിൽ പഠിക്കുന്ന ആ കുട്ടികളെല്ലാം സമൂഹത്തിലെ വലിയ വലിയ കമ്പനികളിലും വലിയ വലിയ സ്ഥാപനങ്ങളിലും ഏറ്റവും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരാണ് വലിയ വലിയ സ്ഥാനങ്ങളിൽ പോയിരിക്കുന്നത്, ലക്ഷങ്ങൾ സാലറി വാങ്ങിയിരിക്കുന്നത്. മിഡിൽ ബെഞ്ചിലിരിക്കുന്നവർ സയന്റിസ്റ്റുകളായിട്ടും അതുപോലെ വക്കീൽ ഗുമസ്തന്മാരായിട്ടും ആ ലെവലിൽ, അത്യാവശ്യം ഉദ്യോഗസ്ഥ ലെവലിലൊക്കെ, ഒരു DYSP റാങ്കിലൊക്കെ അത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് പേരെയൊക്കെ, എല്ലാവരും ഞാൻ പറയില്ല, കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. DYSP ഹരികുമാർ, DYSP KK രവീന്ദ്രൻ, ഇതൊക്കെ ഈ കാറ്റഗറി ആയിരുന്നു. ഞാൻ അവരെ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടുതലും ഇൻട്രോവേർട്സ് ആയിരിക്കും. ഈ മിഡിൽ ബെഞ്ചുകാരിൽ വലിയൊരു ഭാഗം ഇൻട്രോവേർട്സ് ആയിരിക്കുമെന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അവരുടേതായ ലോകത്തിരുന്നു കൊണ്ട് വളരെ വലിയ ഗവേഷണങ്ങൾ നടത്താൻ, ഏത് രീതിയിൽ പോകാനും വലിയ വലിയ ഗ്രന്ഥങ്ങൾ, ഗവേഷണ പുസ്തകങ്ങൾ, പ്രബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന, അതായത് മറ്റുള്ളവർ എന്തു പഠിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു വിഭാഗമായി മാറാൻ കഴിയുന്ന പ്രൊഫസർമാർ, PhD എടുക്കുന്നവർ ഒക്കെ ആയി മാറുന്നത് ഈ മിഡിൽ ബെഞ്ചുകാരാണ്. എന്നാൽ പിൻബെഞ്ചുകാരോ ഈ രണ്ടു കൂട്ടർക്കും ശമ്പളം കൊടുക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കണം. അതായത് പ്രകൃതി ഇവിടെ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാവരും ഒരുപോലെയല്ല. കർഷകനായും വലിയ വ്യവസായിയായും അതുപോലെ നിർമ്മാതാക്കളായും പിച്ചക്കാരായും ഒക്കെ പല വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. അതൊരു സന്തുലിതാവസ്ഥയാണ്. ആ സന്തുലിതാവസ്ഥയിൽ ഓരോ വിഭാഗങ്ങൾക്ക് വേണം കണ്ടുപിടുത്തങ്ങളും കണ്ടെത്തലുകളും കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻട്രോവേർട്സ് ആയിട്ടുള്ള, ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിട്ടുള്ള, ഓഡിറ്ററി ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വേണം. അതിനാണ് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ചോദിക്കട്ടെ, ഈ കുട്ടികളെ വിഷ്വൽ കാറ്റഗറി, മുന്നിലിരിക്കുന്ന വിഷ്വൽ കാറ്റഗറിയെ പിന്നിൽ കൊണ്ടിരുത്തിയാലോ, പിന്നിലിരിക്കുന്ന കനസ്തറ്റിക്കിനെ പിടിച്ച് മുന്നിലിരുത്തിയാലോ, ഇനി ഓഡിറ്ററിയെ ഇവരെല്ലാം ഷെഫിൾ ചെയ്തിരുത്തി കഴിഞ്ഞാലോ ഒരു കാര്യവുമില്ല. ഈ അടുത്ത കാലത്ത് റൊട്ടേറ്റ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് ഇന്നിരിക്കുന്നവർ നാളെ തൊട്ട് ബേക്കിൽ ബെഞ്ചിൽ, അങ്ങനെ ബേക്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതൊക്കെ അപകടമാണ്. യഥാർത്ഥത്തിൽ ഒരു കുട്ടി വിഷ്വലാണോ, ഓഡിറ്ററി ആണോ, കനസ്തറ്റിക് ആണോ എന്ന് പരിശോധിച്ച് അതിന് ഇരിപ്പിടം ഒരുക്കുന്നതിന് പകരം ഒരടിസ്ഥാനവും ഇല്ലാതെ ഇത്തരത്തിൽ യു ഷേപ്പിന് വെക്കുന്നത് വരും തലമുറയ്ക്ക് ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് വസ്തുത. ഇനി ഇവരെ എങ്ങനെ തിരിച്ചറിയാമെന്നാണ്, വിഷ്വൽ, ഓഡിറ്ററി, കനസ്തറ്റിക് വിഭാഗങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഈ ചാനലിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്യാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കാത്തിരിക്കുക. ഈ ചാനലിൽ തന്നെ അത് സംബന്ധിച്ച വീഡിയോ ഇന്നോ നാളെയോ ഞാൻ പബ്ലിഷ് ചെയ്യാം. നിങ്ങൾക്കിത് കാണാൻ പറ്റും. വളരെ വ്യക്തമായി നിങ്ങൾക്കത് മനസ്സിലാക്കാനും പറ്റും. നിങ്ങളുടെ കുട്ടികളെ, നമ്മുടെ മക്കളെ വിഷ്വൽ കാറ്റഗറി ഏതാണ്, ഓഡിറ്ററി ഏതാണ്, കനസ്തറ്റിക് ഏതാണെന്ന് എങ്ങനെ തിരിച്ചറിയും, അവരെ എങ്ങോട്ട് തിരിച്ചുവിടാം എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഏതായാലും ഇത് മണ്ടൻ തീരുമാനമാണ് ഇത്തരത്തിൽ യു ഷേപ്പ് എന്ന് പറയുന്നത്. അത് അധികം വൈകാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ റൊട്ടേഷൻ അടിക്കുന്നത് പോലെ തന്നെ ഓരോ കുട്ടികളും വ്യത്യസ്തരായ കുട്ടികളാണ്, വ്യത്യസ്ത വിഭാഗങ്ങളാണ്, വ്യത്യസ്ത കാറ്റഗറിയാണ്, വ്യത്യസ്ത പേഴ്സണാലിറ്റിയാണ്. ഓരോ വ്യക്തികളുടെയും ജോബ് തന്നെ വ്യത്യാസമാണ്, വഴി പോലും വ്യത്യാസമാണ്. ഇന്ന് സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പറിൽ ഒരു ലക്ഷ്യത്തിലേക്ക് എല്ലാവരെയും നയിച്ചു വിടുമ്പോൾ ഇങ്ങനെയും ചില വശങ്ങൾ മറുഭാഗത്തുണ്ട്.
അതുകൊണ്ടാണ് കുട്ടികൾ പലരും നമ്മൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു വരാത്തത്. അതുപോലെ പലരും നമ്മൾ പ്രതീക്ഷയെ തെറ്റിച്ച് തകിടം മറിഞ്ഞു പോണത്, പലരും ജീവൻ തന്നെ അവസാനിപ്പിക്കുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. എന്തെങ്കിലും ഒരു തീരുമാനം ഏതെങ്കിലും ഒരു മരങ്ങോടാൻ നിർദ്ദേശിക്കുന്ന അനുസരിച്ചിട്ട് നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളോട് പരിശോധിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരിശോധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ആളാണെന്ന് ഞാൻ പറയും. Different angles. Don't forget to subscribe and support this channel.